ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. PSC പരീക്ഷകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് കറണ്ട് അഫയേഴ്സ്. LD എക്സാമിന് 20 മാർക്സ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ എത്രാം വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്? ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് ഏതാണ്? നൈറ്റ് അപ്പാച്ചെ ആണ്. അതിന്റെ എത്രാമത്തെ വിക്ഷേപണ വാർഷികമാണ് 2023 നവംബർ 21 ആഘോഷിച്ചത്? 60ാമത് വാർഷികമായിരുന്നു. 60ാമത് വാർഷികം. തിരുവനന്തപുരത്തെ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ TERLS കണ്ടോ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് 1963 നവംബർ 21 വൈകിട്ട് 6:25 അമേരിക്കൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റായ നിക് അപ്പാച്ചെ വിക്ഷേപിച്ചത്. അപ്പോ നിക് അപ്പാച്ചെ വിക്ഷേപിച്ചിട്ട് ഇപ്പോൾ 60 വർഷമായി. 1963 നവംബർ 21 വിക്ഷേപിച്ചത്. വൈകുന്നേരം 6:25 വിക്ഷേപിച്ചത്. അമേരിക്കൻ നിർമ്മിത സൗണ്ടിംഗ് റോക്കറ്റ് ആയിരുന്നു നിക് അപ്പാച്ചെ. അടുത്തത്: കാളവണ്ടിയിലും സൈക്കിളിലുമായി എത്തിച്ച റോക്കറ്റിന്റെ ഭാഗങ്ങൾ തുമ്പയിലെ മേരി മഗ്ദലന പള്ളിയുടെ അധീനതയിലായിരുന്ന സ്ഥലത്തു വച്ചാണ് ബന്ധിപ്പിച്ചത്. മേരി മഗ്ദലന പള്ളിയും സമീപത്തെ ബിഷപ്പ് ഹൗസും സ്ഥിതി ചെയ്തിരുന്ന പ്രദേശമാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായി മാറിയത്. ഭൂമിയുടെ കാന്തിക രേഖയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാലാണ് തുമ്പയെ വിക്ഷേപണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. അപ്പോൾ നൈക് അപ്പാച്ചെ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ്. വിക്ഷേപിച്ചത് 1963 നവംബർ 21 ഇത് അമേരിക്കൻ നിർമ്മിത ഉപഗ്രഹ റോക്കറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ 2023 നവംബർ 21 അതിന്റെ 60ാം വാർഷികമാണ് ആഘോഷിച്ചത്. അടുത്തത്: ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് നവംബർ 28 ഗോവയിൽ സമാപിച്ചത്? 54ാമത്. അപ്പോൾ ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയായിരുന്നു? 54ാമതായിരുന്നു. എവിടെയായിരുന്നു IFFI നടന്നത്? ഗോവയിലായിരുന്നു. അബ്ബാസ് അമിനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ എൻലെസ് ബോർഡേഴ്സ് സുവർണ മയൂരം നേടി. IFFIയില് സുവർണ മയൂരം നേടിയ സിനിമ ഏതായിരുന്നു? എൻലെസ് ബോർഡേഴ്സ് ആണ്. ഇറാനിയൻ സിനിമയാണ്. സംവിധാനം ചെയ്തത് അബ്ബാസ് അമിനി ആയിരുന്നു. അടുത്തത്: ബൾഗേറിയൻ ചിത്രമായ ബ്ലാഗാസ് ലെസൻസ് ഒരുക്കിയ സ്റ്റെഫാൻ കമാൻഡവറവാണ് മികച്ച സംവിധായകൻ. മികച്ച നടൻ പൗറിയ റഹ്മി സാം. എൻലെസ് ബോർഡേഴ്സ്, നേരത്തെ പറഞ്ഞ എൻലെസ് ബോർഡേഴ്സിലെ ആളാണ് പൗറിയ റഹ്മി സാം. മികച്ച നടി മേലാനി തിയറി. പാർട്ടി ഓഫ് ഫൂൾസ് ഫ്രഞ്ച് സിനിമയാണ് പാർട്ടി ഓഫ് ഫൂൾസ്. അതിനകത്തുള്ള നടിയാണ് മേലാനി തിയറി. കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി. കന്നഡ ചിത്രം കാന്താരയിലെ അഭിനയത്തിന് നടൻ ഋഷഭ് ഷെട്ടി പ്രത്യേക ജൂറി അവാർഡ് നേടി. OTTയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ 2 ലഭിച്ചു. OTTയിലെ മികച്ച വെബ് സീരീസിന് ആദ്യമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പഞ്ചായത്ത് സീസൺ 2 ലഭിച്ചു. ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷീരപഥത്തിന് പുറത്തു നിന്നും ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് നൽകിയ പേര് അമാറ്റെറസു. ഇപ്പൊ രണ്ടാമത് കണ്ടെത്തിയ ശക്തിയേറിയ കോസ്മിക് കിരണത്തിന്റെ പേരാണ് അമാറ്റെറസു. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണ് ഇത്. ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണ് അമാറ്റെറസു. ഇപ്പോ ക്ഷീരപഥത്തിന് പുറത്തു നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണം, അതിന്റെ പേര് അമാറ്റെറസു. ജപ്പാനിലെ സൂര്യദേവതയുടെ പേരാണ് അമാറ്റെറസു. അതാണ് കൊടുത്തിരിക്കുന്നത്. USA യുഡാ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് രശ്മി കണ്ടെത്തിയത്. യുഡാ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് രശ്മി കണ്ടെത്തിയത്. 1991 കണ്ടെത്തിയ
OMG പാർട്ടിക്കിൾ, OMG മീൻസ് ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ എന്ന പേരിട്ട കോസ്മിക് കിരണമാണ് നാളിതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയത്. OMG പാർട്ടിക്കിൾ, ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ. ഇപ്പൊ രണ്ടാമത് കണ്ടെത്തിയത് അമാറ്റെറസു. 1991 OMG പാർട്ടിക്കിൾ കണ്ടെത്തിയത്. ഏത് രാജ്യത്തിന്റെ സ്ഥാനപതി കാര്യാലയത്തിന്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? അഫ്ഗാനിസ്ഥാൻ. ഏത് രാജ്യത്തിന്റെ സ്ഥാനപതി കാര്യാലയത്തിന്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത്? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ഭരണം 2021 താലിബാൻ വീണ്ടും പിടിച്ചെടുത്തതോടെ എംബസിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് WHC നടന്നത് എവിടെയാണ്? ബാങ്കോക്ക്, തായ്ലൻഡ്. മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ബാങ്കോക്ക്, തായ്ലൻഡ്. 2014 ആദ്യത്തത് ഡൽഹിയില്. ആദ്യത്തെ വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ഡൽഹിയില്. രണ്ടാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ഷിക്കാഗോയില്. മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ബാങ്കോക്ക്, തായ്ലൻഡ്. ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഭരണഘടനാ ദിനം ആചരിക്കുന്നത്. 2015 മുതൽ സംവിധാൻ ദിവസ് എന്നുകൂടി ഈ ദിനം അറിയപ്പെടുന്നു. ദേശീയ നിയമ ദിനം എന്നും പേരുണ്ട്. അപ്പൊ നവംബർ 26 ഭരണഘടനാ ദിനമാണ്, സംവിധാൻ ദിവസാണ്, അതുപോലെ തന്നെ ദേശീയ നിയമ ദിനമാണ്. 2015 മുതലാണ് സംവിധാൻ ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങിയത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച്. 2023 ബുക്കർ സമ്മാനം നേടിയത് പോൾ ലിഞ്ച്. പ്രൊഫറ്റ് സോങ് എന്ന നോവലിനാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിന് സമ്മാനം ലഭിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ബുക്കർ 2023 ബുക്കർ പ്രൈസ് കിട്ടിയത് പോൾ ലിഞ്ചിനാണ്. ഐറിഷ് സാഹിത്യകാരനാണ്. പ്രൊഫറ്റ് സോങ് എന്ന നോവലിനാണ് കിട്ടിയത്. ഏകദേശം 53 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 53 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത്. ദേശീയ ക്ഷീര ദിനം എന്നാണ്? നവംബർ 26 ദേശീയ ക്ഷീര ദിനം. ക്ഷീരവിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. 1921 നവംബർ 26 കോഴിക്കോട്ടാണ് അദ്ദേഹം ജനിച്ചത്. 2023 നവംബർ 25 അന്തരിച്ച ബി ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെട്ട കലാകാരനാണ്? വയലിനിസ്റ്റ് ആണ്. 2023 നവംബർ 25 അന്തരിച്ച ബി ശശികുമാർ വയലിനിസ്റ്റ് ആണ്. നിർമ്മിത ബുദ്ധി AI സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു. എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? 18 രാജ്യങ്ങളാണ്. നിർമ്മിത ബുദ്ധി അഥവാ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷിതമാക്കാനുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിംഗ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു. എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? 18 രാജ്യങ്ങളാണ്. 18 രാജ്യങ്ങൾ. ദുഷ്ടശക്തികളുടെ കരങ്ങളിൽ AI എത്താതിരിക്കാനും അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ രൂപകൽപ്പന വേളയിൽ തന്നെ സുരക്ഷിതമാക്കാൻ കമ്പനികളെ നിർബന്ധിക്കുവാനുള്ളതുമാണ് ഉടമ്പടി. അടുത്തത് US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തത് ഒതന്റിക് എന്ന പദമാണ്. US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ 2023 പദമായി തിരഞ്ഞെടുത്തത് ഒതന്റിക്. ആധികാരികം, വിശ്വസനീയം എന്നൊക്കെയാണ് അർത്ഥം. ഡീപ് ഫേക്ക്, റിസ്,
കൊറോണേഷൻ തുടങ്ങിയ പദങ്ങളെ പിന്തള്ളിയാണ് ഒതന്റിക് മുന്നിലെത്തിയത്. ഗ്യാസ് ലൈറ്റിംഗ് ആയിരുന്നു 2022 വാക്ക്. 2023 വാക്ക് ഒതന്റിക്, 2022 വാക്ക് ഗ്യാസ് ലൈറ്റിംഗ്. ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 24,104 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. PM ജാൻമാൻ. ഇതാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ VR ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. ബഹിരാകാശ രംഗത്ത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഷെവലിയർ ലീജിയൻ ദ ഹോണർ എന്ന ഒരു ബഹുമതി നൽകിയത്. ഷെവലിയർ ലീജിയൻ ദ ഓണർ എന്ന ബഹുമതി നൽകിയത്. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയാണ്. 2023 നവംബർ 29 100-ാം വയസ്സിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ. 2023 നവംബർ 29 100-ാം വയസ്സിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ 2 പ്രാവശ്യം യുഎസ്എയുടെ വിദേശകാര്യ സെക്രട്ടറിയും 1 തവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്നു. ഈ 2 പദവികളും വഹിച്ച ഏക വ്യക്തി കൂടിയാണ് ഹെൻറി കിസിഞ്ചർ. 2 പ്രാവശ്യം യുഎസ്എയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു, 1 തവണ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്നു. ഈ 2 പദവികളും വഹിച്ച ഏക വ്യക്തി കൂടിയാണ്. 1973 വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയുടെ പേരിൽ സമാധാന നോബൽ കിട്ടിയിരുന്നു. 1973 സമാധാന നോബൽ കിട്ടിയിട്ടുണ്ട്. ജർമ്മനിയിൽ ജൂത കുടുംബത്തിൽ ജനിച്ച ഹെയിൽസ് ആൽഫ്രഡ് കിസിഞ്ചർ കുടുംബത്തോടൊപ്പം നാസി പീഡനത്തെ തുടർന്ന് 1938 അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. ഹെൻറി എന്ന ഇംഗ്ലീഷ് പേരിലേക്ക് മാറിയ അദ്ദേഹത്തിന് 1943 US പൗരത്വം ലഭിച്ചു. വിയറ്റ്നാം യുദ്ധം മുതൽ 100-ാം വയസ്സിൽ ചൈന US ബന്ധം മെച്ചപ്പെടുത്താനുള്ള നയതന്ത്ര ഇടപെടൽ വരെ കിസിഞ്ചർ നടത്തിയ നീക്കങ്ങൾ അമേരിക്കയെ ആഗോള ശക്തിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദ വൈറ്റ് ഹൗസ് ഇയേഴ്സ് ഓഫ് അപ്ഹെവൽ എന്നീ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത്? നാവികസേന. ഏതു സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാ പുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത്? നാവികസേന. മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിലായാണ് പുസ്തകം പുറത്തിറങ്ങിയത്. മലയാളം ഉൾപ്പെടെ 10 ഭാഷകളിൽ നാവികസേനയുടെ ചിത്രകഥാ പുസ്തകം പുറത്തിറങ്ങി. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറിന് ധാരണയായത്? US, UK, ഓസ്ട്രേലിയ. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറിന് ധാരണയായത്? US, UK, ഓസ്ട്രേലിയ. ഓക്കസ് ഓക്കസ്. US, UK, ഓസ്ട്രേലിയ 3 പേരും കൂടി ചേർന്ന് ഓക്കസ്. ജലത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ അടക്കമുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുകയാണ് ലക്ഷ്യം. ജലത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ അടക്കമുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുകയാണ് ലക്ഷ്യം. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കായി US, UK, ഓസ്ട്രേലിയ എന്നിവ ചേർന്ന് ഓക്കസ് മീൻസ് ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന പേരിലുള്ള ത്രികക്ഷി സഖ്യം 2021 സെപ്റ്റംബർ 15 നിലവിൽ വന്നിരുന്നു. ഓക്കസ്. ഓക്കെ. അടുത്തത് ലോക ഭിന്നശേഷി ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. ഡിസംബർ 3-നാണ്. ഡിസംബർ 3. 2023 ഡിസംബർ 3-ന് അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ M. കുഞ്ഞാമൻ. 2023 ഡിസംബർ 3-ന് അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകൻ ഡോക്ടർ M. കുഞ്ഞാമൻ. ദളിത് ചിന്തകനും അധ്യാപകനും UGC അംഗവുമായിരുന്നു. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം രചിച്ച എതിര് എന്ന കൃതിക്ക് ലഭിച്ചെങ്കിലും നിരസിച്ചു.
2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം രചിച്ച എതിര് എന്ന കൃതിക്ക് ലഭിച്ചെങ്കിലും നിരസിച്ചു. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവ കൃതികളാണ്. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ എക്കണോമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവയാണ് ആരുടെ കൃതികൾ? ഡോക്ടർ എം കുഞ്ഞാമന്റെ കൃതികൾ. ഐക്യരാഷ്ട്ര സഭയുടെ 28ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദുബായ്. യുഎഇയിലെ ദുബായിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. 2023 നവംബർ 30 മുതൽ നവംബർ 13 വരെയാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അപ്പൊ യുഎഇയിലെ ഐക്യരാഷ്ട്രസഭയുടെ 28ാമത് കാലാവസ്ഥ ഉച്ചകോടി നടന്നു. അത് എന്ന് മുതലായിരുന്നു? നവംബർ 30 മുതൽ ഡിസംബർ 13 വരെയാണ് സംഘടിപ്പിച്ചത്. ഭൂമി അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും പിന്മാറാനുള്ള അന്തിമ ഉടമ്പടി ഉച്ചകോടി അംഗീകരിച്ചു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന യുഎന്നിന്റെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിയായിരുന്നു ഇത്. കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള യുഎഇയുടെ പ്രതിനിധിയും വ്യാവസായിക സാങ്കേതിക മന്ത്രിയുമായ ഡോക്ടർ സുൽത്താൻ അൽജാബർ ആയിരുന്നു ഉച്ചകോടിയുടെ അധ്യക്ഷൻ. COP27, നേരത്തെ പറഞ്ഞത് COP28 ആയിരുന്നു. COP27 സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖിലാണ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വിസ് സംഘടനയായ IQ എയർ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഡൽഹിയാണ്. സ്വിസ് സംഘടനയായ IQ എയർ തയ്യാറാക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഡൽഹി. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇനി പുതിയൊരു വീഡിയോയില് ബാക്കി കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള സബ്ജക്ട്സും ഒക്കെ ആയിട്ട് കാണാം. താങ്ക് യു.